കേരളത്തിലെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി അംഗങ്ങൾ അല്ലെങ്കിൽ കേരളത്തിലെ വ്യാപാരികൾ ഇന്ന് അനവധി ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് ഈ ഇടത്തരം ചെറുകിട വ്യാപാരികൾ ഇന്ന് രംഗത്ത് നിൽക്കുന്നത്. ഓരോ വർഷവും 20%, 30% വ്യാപാരികൾ ഇല്ലാതാകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് നാട്ടിൽ ഉണ്ടായിട്ടുള്ളത്. ഇതിനൊരു അറുതി വരുത്തുന്നതിനും ഇടത്തരം ചെറുകിട വ്യാപാരികളെ സംരക്ഷിക്കുന്നതിനുമായി കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മളൊരു വാഹനജാഥ നടത്താതിരുന്നിട്ട് ഇന്ന് നമ്മളൊരു വാഹന പ്രചരണ ജാഥയുമായി കേരളത്തിലെ ജനുവരി മാസം 13-ാം തീയതി നമ്മുടെ സംസ്ഥാനത്ത് തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് നടക്കുന്ന ബഹുലക്ഷം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള മഹത്തരമായ ഈ പ്രക്ഷോഭ പരിപാടിയിൽ തെങ്ങണായിലെ മുഴുവൻ വ്യാപാരികളും ഒന്നടങ്കം പങ്കുചേരണമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോട്ടയം ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. ഈ സമര പരിപാടികൾ നമ്മുടെ സൂചന മാത്രമാണ്. നമുക്കറിയാം, വ്യത്യസ്തമായ സമര പരിപാടികളുമായിട്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പലപ്പോഴും രംഗത്തിറങ്ങിയിട്ടുണ്ട്. നമ്മളൊരു സമര സംഘടനയാണ്. 1980-ൽ തൃശ്ശൂരിൽ പിറവിയെടുത്ത ഈ സംഘടന ജാഗോചരമായി ഒട്ടേറെ സമര പരമ്പരകളിലൂടെ കടന്നു വന്നുകൊണ്ടാണ് കേരളത്തിൽ വ്യാപാരം ചെയ്യുന്നതിനുള്ള അടിസ്ഥാനമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. എന്നാൽ കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളൊരു സമര പരിപാടിയുമായിട്ട് സംസ്ഥാനത്ത് ഇറങ്ങിത്തിരിക്കുമ്പോൾ അന്ന് അന്തരിച്ചു പോയ നമ്മളുടെ പ്രിയപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് ടി നസുദ്ദീൻ സാഹിബ് മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയങ്ങൾ അല്ലെങ്കിൽ മുന്നോട്ട് വെച്ചിട്ടുള്ള നിവേദനങ്ങൾ 7 ആയിരുന്നെങ്കിൽ ആ 7-ൽ നിന്നും 29 നിവേദനങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ ഈ കഴിഞ്ഞ 10-14 വർഷങ്ങൾ കൊണ്ട് നമ്മൾ സാധിച്ചു. അല്ലെങ്കിൽ അത്രത്തോളം ദുഃഖകരമായ അനുഭവങ്ങളുടെ കേരളത്തിലെ വ്യാപാരികൾ നടന്നു നീങ്ങുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മളിവിടെ സംഘടന ശക്തമായിട്ട് ഒന്നിച്ചു നിന്നുകൊണ്ട് വ്യാപാര മേഖല നേടുന്ന വിഷയങ്ങളെ സംസ്ഥാന ഗവൺമെന്റിന് മുമ്പിൽ എത്തിക്കുക, അറിയിക്കുക എന്നുള്ളതാണ് നമ്മുടെ പരമപ്രധാനമായ ദൗത്യം. അതിൽ എല്ലാ വ്യാപാരി സുഹൃത്തുക്കളും തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് മഹത്തരമായി ഈ സമര പരിപാടികൾ പങ്കുചേരണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി. ഗിരീഷ് കോനാട്ട്, ഗോൾഡ് മർച്ചന്റ് അസോസിയേഷന്റെ പ്രസിഡന്റ് രാജൻ തോപ്പിൽ, ജയിലിയുടെ എക്സിക്യൂട്ടീവ് മെമ്പർ ഷാനവാസ്, മറ്റ് ഈ യൂണിറ്റിൻ്റെ ഭാരവാഹികളെ, കമ്മിറ്റി അംഗങ്ങളെ, പ്രിയപ്പെട്ട വ്യാപാര സുഹൃത്തുക്കളെ, ജില്ലയുടെ ജനറൽ സെക്രട്ടറി ശ്രീ AK പണിക്കർ, ജില്ലയുടെ സെക്രട്ടറി ശ്രീ ഗിരീഷ് കോനാട്ട്, ശ്രീ ടോമിച്ചൻ ഐരൂളങ്ങര, ഗോൾഡ് ആൻഡ് സിൽവർ അസോസിയേഷന്റെ പ്രസിഡന്റ് ശ്രീ രാജൻ തോപ്പിൽ, യൂത്ത് വിങ്ങിന്റെ ജില്ലാ പ്രസിഡന്റ് ശ്രീ ജിൻഡു കുര്യൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ വിനീഷ്, സ്നേഹം നിറഞ്ഞ തെങ്ങണയിലെ വ്യാപാരി സുഹൃത്തുക്കളെ, സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, തൊഴിലാളി സുഹൃത്തുക്കളെ, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജു അപ്സര 29-ാം തീയതി കാസർഗോഡ് നിന്ന് ആരംഭിച്ച വാഹനജാഥ 10-ാം തീയതി 2:30 മണിയാവുമ്പോൾ മണിമലയിൽ എത്തിച്ചേരുകയാണ്. 10-ാം തീയതി 2:30 മണിയാകുമ്പോൾ ഗവൺമെന്റ് ഇടപെടലുണ്ടാകണം എന്നുള്ളതാണ് ഈ യാത്രയുടെ ആവശ്യം. ഗവൺമെന്റിനെതിരെയല്ല സമരം, ഗവൺമെന്റിനെ ശ്രദ്ധ ക്ഷണിക്കുന്നതിന് വേണ്ടിയുള്ള സമരമാണ്.